ഹലോ ഗൈസ്, എല്ലാവർക്കും ആർജു വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എംപുറാൻ ഫാൻ ഷോ കണ്ടിട്ട് ഞാൻ ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. ശരിക്കും എന്ത് പറയണമെന്ന് അറിയത്തില്ല, ടോട്ടലി ബ്ലാങ്ക് ആണ് മൈൻഡ്. ഓക്കെ, അത്തരത്തിൽ മൊത്തം ബ്ലാങ്ക് ആയിരിക്കുകയാണ്. മൊത്തം മനസ്സിൽ എംപുറാൻ 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 മാത്രമാണ്. കണ്ടിട്ട് ഞാനിപ്പോൾ എന്ത് സാധനമാണ് കണ്ടിട്ട് വന്നത് എന്നാണ് മൊത്തം മൈൻഡിലുള്ളത്. ലൂസിഫർ എന്ന പടത്തിൽ നമ്മൾ എന്ത് കണ്ടോ ആ ഒരു മേക്കിങ്ങിന്റെ 10 മടങ്ങ് സാധനം എംപുറാനകത്ത് പൃഥ്വിരാജ് എന്ന ഡയറക്ടർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊരു പക്ക ഡയറക്ടേഴ്സ് ഫിലിമാണ്. നമ്മുടെ പിള്ളേരെന്തോ പറയുമല്ലോ, ഹോളിവുഡ് ലെവൽ എന്ന്. അത്തരത്തിൽ പക്ക ഇന്റർനാഷണൽ സ്റ്റഫ്. അതാണ് എംപുറാൻ. മലയാളത്തിന് അഭിമാനിക്കാവുന്ന ഒരു സിനിമ. ഓക്കെ, ശരിക്കും ഇതൊരു മലയാളം പടമാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കെങ്കിലും നമ്മൾ മറന്നു പോകുന്ന രീതിയിലാണ് ഈ ഒരു സിനിമയുടെ മേക്കിംഗ്. അത്തരത്തിലൊരു മേക്കിങ്ങിലേക്ക് നമ്മുടെ എല്ലിനെ കൊണ്ടുവന്നിട്ട് അവിടെ പ്ലേസ് ചെയ്യും. നമ്മുടെ ലാലേട്ടനെ അത്തരത്തിലൊരു ബ്രഹ്മാണ്ഡ മേക്കിങ്ങിൽ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു കിക്ക് ഉണ്ടല്ലോ, ഒരു മലയാളി എന്ന രീതിയിൽ ഉണ്ടാവുന്ന ഒരു കിക്ക്, അത് ഒരുപാട് ഈ ഒരു സിനിമയിൽ ലാലേട്ടൻ ഫാൻസിനും ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്കും കിട്ടും എന്നുള്ളതാണ്. എനിക്ക് അത്തരത്തിലുള്ള ഒരു കിക്കിലാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്. ബ്രഹ്മാണ്ടോടെ അമ്മാതിരി മേക്കിംഗ് ആണ് പടത്തിൻ്റെത്. കഥയിലേക്ക് വരികയാണെങ്കിൽ ലൂസിഫർ എവിടെ അവസാനിച്ചോ അവിടെ നിന്ന് തന്നെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ലൂസിഫറിലുള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള എല്ലാം ഉണ്ട്. അത് ലൂസിഫറിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ പക്ക തുടർച്ചയായിട്ടുള്ള ഒരു സിനിമയാണ് എംപുറാൻ. എൻ്റെ പൊന്ന് ലാലേട്ട, നിങ്ങളുടെ വാല്യൂ ശരിക്കും പലപ്പോഴും മനസ്സിലാക്കാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു പടം നിങ്ങൾ പിന്നെയും ഇട്ട് കാണണം കേട്ടോ. നിങ്ങൾ എന്താണെന്നൊക്കെ അറിയാനായിട്ട്, നിങ്ങളുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസും സ്വാഗും, നിങ്ങളുടെ ആ ഒരു എന്താ പറയുന്നത്, അത്തരത്തിലൊരു വാല്യൂ തിരിച്ചറിയാനായിട്ട് ഈ ഒരു പടം കാണണം. ഒരു ഭാഗത്ത് ഖുറേഷി അബ്രാം, മറ്റൊരു ഭാഗത്ത് സ്റ്റീഫൻ നെടുമ്പള്ളി. നമ്മുടെ മലയാളത്തിന്റെ ലാലേട്ടന്റെ 2 എക്സ്ട്രീം ലുക്ക് പരീക്ഷിക്കപ്പെടുകയാണ്. നമ്മുടെ ലൂസിഫറിനകത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇവിടെ എംപുറാനകത്ത് അത് ഈ ഒരു സിനിമ ഉടനീളം പരീക്ഷിക്കപ്പെടുന്നുണ്ട്. അത് കിടിലനായിട്ട് പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഡയറക്ടർ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അന്യായം ലാലേട്ടൻ ഫാൻസിനൊക്കെ തിമിർക്കാൻ പറ്റിയ സാധനം ഈ ഒരു പടത്തിൽ ഡയറക്ടർ പൃഥ്വിരാജ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും ഒരു ഫാൻ ബോയ് എടുത്ത പടം. ഓക്കെ, ലാലേട്ടൻ ഫാൻസിന് തിമിർക്കാനായിട്ട് എവിടെയൊക്കെ എന്തൊക്കെ സാധനം കൊടുക്കണമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഫാൻ ബോയ് എടുത്ത പടം, അതാണ് എംപുറാൻ. ലൂസിഫറിലുണ്ടായിരുന്ന ഒട്ടുമിക്ക പേരും ഈ ഒരു സിനിമയിലും ഉണ്ട്. അതേപോലെ തന്നെ കുറച്ച് അഡീഷൻസും ഉണ്ട്. നമ്മുടെ സുരാജ് വെഞ്ഞാറുമൂട്, അതൊക്കെ ഈ ഒരു സിനിമ എംപുറാനിലേക്ക് വന്നപ്പോഴത്തേക്കും ഉണ്ടായ അഡീഷൻസ് ആണ്. സംഭവം പുള്ളിയും സുരാജ് വെഞ്ഞാറുമൂടൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് മഞ്ജു വാര്യർ. ലാലേട്ടൻ കഴിഞ്ഞാൽ ഈ ഒരു സിനിമയിൽ ഏറ്റവും കിടിലിനായിട്ട് വന്നിട്ടുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത് മഞ്ജു വാര്യറാണ്. സോറി, നമ്മുടെ രാജുവേട്ടൻ സൈഡിലുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. മഞ്ജു വാര്യർ ഈ ഒരു സിനിമയ്ക്കകത്ത് വേണമെങ്കിൽ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ എന്ന് എഴുതി കാണിച്ചാൽ അതിന് ആപ്റ്റാണ് സാധനം. അമ്മാതിരി സ്ക്രീൻ പ്രസൻസ്, നല്ല കിടിലൻ രീതിയിലാണ് മഞ്ജു വാര്യറിനെ ഈ ഒരു സിനിമയ്ക്കകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നതും പ്രസന്റ് ചെയ്തിരിക്കുന്നതും. അത് കിടിക്കുക കേട്ടോ. ബാക്കിയൊക്കെ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക, ഞാൻ അതിൽ കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, പിന്നെ നമ്മുടെ രാജുവേട്ടൻ ഡയറക്ടറായിട്ടല്ലാതെ നമ്മുടെ സ്വന്തം പൃഥ്വിരാജ് സുകുമാരൻ, ആക്ടർ പൃഥ്വിരാജ് സുകുമാരനായിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഖുറേഷി അബ്രാമിന്റെ മാത്രമല്ല സായിദ് മസൂദിന്റെയും കൂടിയാണ്. അത് നിങ്ങൾ കൂടുതൽ സിനിമ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. സായിദ് മസൂദിന്റെ ആ ഒരു ചെറുപ്പകാലം ചെയ്ത നമ്മുടെ സാലാറിൽ വരദരാജ മാനാറിന്റെ ചെറുപ്പകാലം ചെയ്ത ആ ഒരു പയ്യൻ തന്നെയാണ് ഈ ഒരു സിനിമയിലും നമ്മുടെ പൃഥ്വിരാജ് സായി മസൂദിന്റെ ചെറുപ്പകാലം ചെയ്തിരിക്കുന്നത്. നല്ല കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ഡയറക്ടർ സാർ ഹിംസെൽഫ് പൊളിച്ചിട്ടുണ്ട്. അത് പക്ക ലുക്കും നല്ല ആപ്റ്റ് ആയിട്ടുള്ള റോളും, അതേ കണക്ക് സ്വാഗിന്റെ കാര്യമൊന്നും പറയണ്ട, കിടിലനായിരുന്നു. ഞാൻ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ സ്പോയിലറായി പോകും. അതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. സംഭവം പൊളിച്ചാണ്. ഇതിനകത്ത് ആക്ടേഴ്സിന്റെ ഭാഗത്തൊന്നും ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള പ്രശ്നം പോലും ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഈ ഒരു സിനിമ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദീപക് ദേവിന്റെ മ്യൂസിക് പക്ക സ്റ്റാൻഡേർഡ് ഐറ്റം, ലൂസിഫർ പോലെ തന്നെ കിടിലം. പിന്നെ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, നിങ്ങളത് മനസ്സിൽ വെച്ചിട്ട് സിനിമ കാണുമ്പോഴാണ് കുറച്ചും കൂടി അത് ബെറ്റർ ആകും, ആ ഒരു എക്സ്പീരിയൻസ് കിടിലനാകും എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടാണ് ഞാൻ അതോടെ പറയുന്നത്. അതായത് ലൂസിഫറിലെ പല സംഭവങ്ങളും ഇതിനകത്തൊരു റീമേക്ഡ് വെർഷൻ പോലെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതെല്ലാം പക്ക കിടിലനാണ് കേട്ടോ. അതിന്റെ സീൻസും അതും കൂടെ വരുമ്പോഴത്തേക്ക് പക്ക സാധനമാണ്. അത് ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ഒന്ന് പോയി കാണുക. ഓക്കെ, പക്ക ക്വാളിറ്റി സാധനം, പക്ക ഇന്റർനാഷണൽ ലെവൽ സ്റ്റഫ് സാധനമാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് ആ ഒരു സ്റ്റാൻഡേർഡ് പിടിച്ചിട്ടുള്ള ഒരു സാധനം. നമ്മൾ KGF പോലെ സംഭവങ്ങളൊന്നും അല്ല പ്രതീക്ഷിക്കേണ്ടത്. അതിനും മുകളിൽ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ട് ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി, അത്രയ്ക്കും ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണ് ദീപക് ദേവ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ആ ഒരു ടൈറ്റിൽ ട്രാക്കിൽ തുടങ്ങുന്ന സാധനം അവിടെ നിന്ന് കത്തിക്കാൻ തുടങ്ങുന്നതാണ്. ഞാൻ പിന്നെ എന്തെങ്കിലും പറഞ്ഞ ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും സ്പോയിലർ ആയിപ്പോ, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കിടിലൻ ക്വാളിറ്റി സാധനം. മൊത്തത്തിൽ മലയാളത്തിന്റെ എംപുറാൻ. നിങ്ങൾ ആരും KGF അത്തരത്തിലുള്ള പടങ്ങളോ ഒന്നും പ്രതീക്ഷിച്ചല്ല പോകേണ്ടത്. ലൂസിഫർ എന്ന സിനിമ കാണുക. സിനിമ കണ്ടിട്ട് അതിന്റെ സെക്കൻഡ് പാർട്ട് എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവോ ആ ഒരു പ്രതീക്ഷ നിറവേറ്റുന്ന ഐറ്റം രാജുവേട്ടൻ തിയേറ്ററിൽ തന്നിട്ടുണ്ട്. എനിക്ക് ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. ഹൈലി സാറ്റിസ്ഫൈഡ്. കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നിങ്ങളൊരു ഹൗസ്ഫുൾ ആയിട്ടുള്ളൊരു ഷോ കാണുക, അപ്പം നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ഒരു യഥാർത്ഥ തിയേറ്റർ എക്സ്പീരിയൻസ് എന്താണ്. പൊളിച്ച് ലാലേട്ടാ,
ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഇനിയും കൂടുതൽ വീഡിയോക്കകത്തിരുന്ന് പോയാൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. സോ നമുക്ക് അതിനെക്കുറിച്ച് ബാക്കി പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇത് പൊളപ്പനിടെ നിങ്ങൾ ഒരു സിനിമ പോയി കാണുക. അതായത് നിങ്ങൾക്ക് ട്രെയിലറൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ പോയി കണ്ട് നിങ്ങൾ സ്വയം വിലയിരുത്തുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ആദ്യം പറയേണ്ടതാണ്. ഞാനിതിപ്പോൾ അവസാനം പറയുന്നു. ഓക്കെ, അങ്ങനെ സിനിമയെ വിലയിരുത്തിയിട്ട് നിങ്ങളുടെ അഭിപ്രായവുമായിട്ട് ബാക്കിയുള്ളവരുടെ അഭിപ്രായം യോജിക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് ഈ റിവ്യൂസ് ഒക്കെ കാണുക എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായമായിട്ടും ഭൂരിപക്ഷം പേരും പലപ്പോഴും വേറെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അഭിപ്രായം ഒരേ കണക്കാവണമെന്നൊന്നും ഇല്ല. സോ നിങ്ങൾ ആദ്യം പോയി സിനിമ കാണുക, എന്നിട്ട് വിലയിരുത്തുക. നിങ്ങൾ അങ്ങനെ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കണ്ട. കാരണം അതും സിനിമ കാണാൻ പോകുന്നവർക്ക് ഒരു ഉപകാരമാവും. സോ എനിക്ക് കിടിലൻ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എമ്പുരാൻ തന്നിട്ടുള്ളത്. അതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും പറഞ്ഞു പോയാൽ സ്പോയിലർ ആകും. കിടിലൻ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഒരു കിക്കിനകത്ത് നേരത്തെ പറഞ്ഞ കണക്ക് ആ ഒരു ബ്രഹ്മാണ്ഡ സാധനത്തിനകത്ത് നമ്മുടെ ലാലേട്ടനെ പ്ലേസ് ചെയ്തപ്പോഴത്തേക്കും ഉണ്ടാവുന്ന ആ ഒരു കിക്ക് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഞാൻ ഇപ്പോഴും മുക്തനായിട്ടില്ല. കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ്. അതാണ് എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനായിട്ടുള്ളത്. പോയി കാണ്, പൊളിക്ക്.